കോഴിക്കോട്ടെ ചങ്ങരോത്ത് പഞ്ചായത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. അവിടെ ഒരു ദളിത് വ്യക്തിയായിരുന്നു, CPIMന്റെ നേതാവായിരുന്ന ഉണ്ണി വേങ്ങേരിയായിരുന്നു പ്രസിഡന്റ് ആയിട്ടിരുന്നത്. പക്ഷേ അതൊരു UDFന്റെ കോട്ടയായിരുന്നു. കഴിഞ്ഞ തവണ CPIM ആ പഞ്ചായത്ത് പിടിച്ചെടുത്തതാണ്. പക്ഷേ ഇത്തവണ അവിടെ ഭരണം നഷ്ടമാകുന്നു. അവിടെ UDF പ്രവർത്തകർ, ലീഗ് പ്രവർത്തകർ ചെയ്തത് എന്താണ്? അവിടെ ചാണകവെള്ളം തളിക്കുകയാണ്. എന്തിനു വേണ്ടി ചാണകവെള്ളം തളിക്കുന്നു? അവിടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഒരു ദളിതായിരുന്നത് കൊണ്ടാണ് അവർ അവിടെ ചാണകവെള്ളം തളിക്കുന്നത്. അതിലൂടെ പുറത്തു വരുന്നത് എന്താണ്? UDFന്റെ, ലീഗിന്റെ സവർണ മനോഭാവം പുറത്തേക്ക് വരികയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇത്തരത്തിലൊരു സംഭവം നടന്നതിന് ശേഷം നമ്മുടെ സാംസ്കാരിക ലോകമൊക്കെ വളരെ നിശബ്ദമാണ്. ആർക്കും ഒരു പ്രതിഷേധവുമില്ല. ആരും ഒരു വാക്കുകൊണ്ട് പോലും UDF നേതൃത്വത്തെയോ ലീഗിനെയോ മുറിവേൽപ്പിക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്ന ഏറ്റവും സങ്കടകരമായ കാര്യം അവിടെ നിൽക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൽ പ്രതിഷേധം ശക്തമാണ്. സംഭവത്തിൽ പേരാമ്പ്ര DYSPക്ക് പരാതി നൽകിയിരിക്കുകയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഉണ്ണി വേങ്ങേരി. സംഭവത്തിന്റെ വീഡിയോകളും നവമാധ്യമത്തിലൂടെ UDF പ്രചരിപ്പിക്കുന്ന വാർത്തകളും തെളിവായി ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ശരണ്യ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. നോക്കാം ആ വിഷയത്തെ നിയമപരമായി LDF എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഈ ഉണ്ണി വേങ്ങേരിക്കെതിരായ ഈ UDF നേതൃത്വത്തിന്റെ ഈ നടപടി അതൊരു രാഷ്ട്രീയ അശ്ലീലമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം ഈ പണ്ടുകാലത്ത് ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമ്മളിത് കണ്ടിട്ടുണ്ട്. ഈ ചാണകവെള്ളം തളിച്ച് ശുദ്ധിയാക്കുക എന്ന ഏറ്റവും നീചമായ ഏർപ്പാട്. അതുപോലൊരു മനോഭാവമാണ് നമുക്കിവിടെ ചങ്ങരോത്തും കാണാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ പോലീസ് നടപടിയിലേക്ക്, നിയമ നടപടിയിലേക്ക് കടക്കുകയാണോ LDF ആ വിഷയത്തിൽ? മനു, ഗുഡ് മോർണിംഗ്. അത് തീർച്ചയായും ഒരു നിയമ നടപടിയിലേക്കാണ് ഉണ്ണി വേങ്ങേരി ഇന്നലെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ആദ്യം തന്നെ ഉണ്ണി വേങ്ങേരി പറഞ്ഞിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2020 തൊട്ടിട്ട് ചങ്ങരോത്ത് പഞ്ചായത്ത് എന്ന് പറയുന്നത് LDF ആണ് ഭരിച്ചു വരുന്നത്. കഴിഞ്ഞ 5 വർഷമായി ദളിത് വിഭാഗത്തിൽപ്പെട്ട ഉണ്ണി വേങ്ങേരിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ മതിമറന്ന ലീഗ് UDF നേതാക്കളാണ് ഇങ്ങനെയൊരു സംഭവം ചങ്ങരോത്ത് പഞ്ചായത്തിൽ ചാണകവെള്ളം തളിക്കുകയും അത് പ്രതീകാത്മകമായ ഒരു പ്രതിഷേധമായി അവർ മാറ്റുകയും, അത് മാത്രമല്ല അത് അവർ സമൂഹ മാധ്യമത്തിലൂടെ വല്ലാത്ത രീതിയിൽ അത് പ്രചരിപ്പിച്ച് മറ്റ് വ്യാജ വാർത്തകളടക്കം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അടക്കം അത് മാറുകയും ചെയ്തിരുന്നു. അല്ല ശരണ്യ, ഞങ്ങൾ വലിയ ധീരമായ എന്തോ ചെയ്തു എന്ന രീതിയിലാണ് UDF കേന്ദ്രങ്ങൾ, UDF സൈബർ വിങ്ങുകൾ ആ വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മാധ്യമങ്ങളുടെ നിശബ്ദത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്നേ. മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് വാർത്ത നൽകിയത് എന്താണ്? വെറുതെ ചാണകവെള്ളം തളിച്ചു എന്ന രീതിയിലാണ്. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ദളിതായ ഒരു മനുഷ്യനെ അധിക്ഷേപിച്ചില്ലേ എന്ന കാര്യങ്ങളൊന്നും അവരുടെ വാർത്താ കാർഡുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലുമില്ല. തീർച്ചയായും മനു, കാരണം കൈരളിയും അതുപോലെ തന്നെ ദേശാഭിമാനിയും മാത്രമാണ് ഇതിനെ ഒരു പ്രതിഷേധാത്മകമായ രീതിയിൽ എടുക്കുകയും മാധ്യമങ്ങൾ കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. എന്നാൽ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് മാധ്യമ പ്രവർത്തകർ അതിനെ പാടെ അവഹേളിക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ അടക്കം വെറും ഒരു കാർഡിൽ മാത്രം അവരത് ഉൾപ്പെടുത്തി, ഒരു ചാണകവെള്ളം തളിച്ചു എന്നുള്ള ഒരു രീതിയിലേക്ക് മാത്രം അവർ അത് ഉൾപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഏതായാലും ഉണ്ണി വേങ്ങേരി ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ നിയമ നടപടിക്ക് മുന്നോട്ട് പോയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന പട്ടികജാതി ക്ഷേമ വിഭാഗം കൃത്യമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നും കൃത്യമായ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് UDFൻ്റെയും അതുപോലെ തന്നെ ലീഗിൻ്റെയും ഒരു ഫ്യൂഡൽ മനോഭാവം എങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ്. ഇത് സമൂഹത്തിന് നൽകുന്നൊരു ചിന്ത, അതെങ്ങനെയാണ്, സമൂഹത്തിന് എന്താണ് ഇവർ മാതൃകയാക്കേണ്ടത്, ഇവരിൽ നിന്ന് എന്താണ് സമൂഹം മാതൃകയാക്കേണ്ടത് എന്നുകൂടി നമുക്ക് ചോദ്യം ചെയ്യണം. കാരണം ഒരുപാട് ത്യാഗോജലമായ പോരാട്ടങ്ങളിലൂടെയാണ് കേരളത്തിൽ ജാതി വ്യവസ്ഥ മാറുകയും എല്ലാവർക്കും തുല്യനീതി എന്നുള്ള ഒരു രീതിയിലേക്ക്, സവർണ മേധാവിത്വം ഒന്നുമില്ലാത്തൊരു രീതിയിലേക്ക് എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോയതെന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്നത്. ചരിത്രങ്ങളിലടക്കം അത് പലതവണ രേഖപ്പെടുത്തിയതാണ്. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത് എന്നുകൂടി നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. ഇതിനെയെല്ലാം പാടെ അവഹേളിക്കുന്ന രീതിയിലാണ് UDFൻ്റെയും ലീഗിൻ്റെയും പ്രവൃത്തി. ഇവർ വീണ്ടും ആ ഒരു സവർണ മേധാവിത്വത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ചങ്ങരോത്ത് പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന ഈ ചാണകം കൊണ്ടുള്ള ഈ ഒരു
പുണ്യാഹം എന്നാണ് ഇവർ ഇതിനെ പറയുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്രത്തോളം ഇവർ അധപ്പതിച്ചിരിക്കുന്നു. ഈ ഒരു വിജയം മാത്രമാണ്, ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ മതിമറന്നുകൊണ്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഈ ഒരു വിധി ചിലപ്പോൾ ഇനി മാറി മറിയാം എന്നുള്ള ധാരണ പോലും ഇല്ലാതെയാണ് ഇവർ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലും കേരളത്തിലുമായി നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഈ UDFന്റെ ഒരു ഈ വിജയത്തിൽ മതിമറന്നുകൊണ്ടുള്ള പ്രവൃത്തികളും അതുപോലെ തന്നെ മർദ്ദനങ്ങളും എല്ലാം തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിജയത്തിൽ ഇവർ മതിമറക്കണ്ട എന്നുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. മനു, ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് അവിടെ UDF ലീഗ് നേതൃത്വം ചെയ്ത ഈ പ്രവൃത്തി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോഴും മനസ്സിൽ സവർണ ജാതീയ ചിന്താഗതികൾ വച്ചു പുലർത്തുന്ന ഒരു സമൂഹം, ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്.